ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. കപ്പ ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ഞങ്ങൾ വൈകുന്നേരം കപ്പയും ബീഫും ഉണ്ടാക്കിയാലോ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. പിന്നെ വിചാരിച്ച് എപ്പോഴും കപ്പയും ബീഫും അങ്ങനെയൊക്കെയല്ലോ ഉണ്ടാക്കുന്നത്, എന്നാൽ പിന്നെ ഇത്തവണ അത് കപ്പ ബിരിയാണി ആക്കിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണ് കപ്പ ബിരിയാണി. കണ്ണേട്ട് നല്ല സ്റ്റൈലായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. അതിൻ്റെ റെസിപ്പി നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരാൾ കപ്പ എരിയുന്നു, ഒരാൾ ഉള്ളി പൊളിക്കുന്നു, ഒരാൾ അപ്പോഴേക്കും ബീഫ് റെഡിയാക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ടൊക്കെ നാട്ടിലായിരുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ചക്ക, കപ്പ അങ്ങനെയൊന്നും ഞാൻ വീട്ടിൽ കഴിക്കത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് പഠിക്കാൻ പോയി തുടങ്ങിയപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ, നൊസ്റ്റാൾജിയ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇതിനോടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങി കേട്ടോ. എന്നാലും ഇപ്പോഴും ചക്കയും കപ്പയും മുമ്പിൽ വെച്ചാൽ ഞാൻ കപ്പയെ ഫസ്റ്റ് പറയുള്ളൂ, കണ്ണേട്ടൻ ചക്കയെ പറയുള്ളൂ. കണ്ണേട്ടൻ ചക്കയുടെ ഭയങ്കര ഫാനാണ്. എവിടെ കിട്ടിയാലും സ്വർണ്ണ വില കൊടുത്തിട്ടായാലും ചക്ക മേടിച്ചുകൊണ്ട് വരും കേട്ടോ, അത്ര ഇഷ്ടം. പക്ഷേ എനിക്ക് ചക്കയേക്കാളും കുറച്ചും കൂടി ഇഷ്ടം കപ്പയാണ്. കപ്പയും മീൻകറിയും കപ്പയും ബീഫും ഒക്കെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ എന്ത് കാര്യം പറഞ്ഞാലും നൊസ്റ്റാൾജിയ അല്ലേ. പണ്ടത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴും വിചാരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞത്, അതൊക്കെ ശരിക്കും ഇപ്പോഴാണ് മിസ് ചെയ്യുന്നത്. ഞങ്ങൾക്കുണ്ടല്ലോ, ശരിക്കും നാട്ടിൽ ചേച്ചിയുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചക്ക ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കും കൊണ്ടുവരാനായിട്ടേ. അപ്പോൾ ആ ചക്ക കൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് ചക്ക വേവിച്ചെടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ അത് നല്ല അതേ ടേസ്റ്റ്, പച്ച ചക്ക വേവിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചക്കക്കൊതി നമ്മളിവിടെ തീർക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ബീഫ് കറി ഏകദേശമൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഈ കറി കാണാൻ തന്നെ എന്ത് സൂപ്പറാന്ന് നോക്കി. എനിക്ക് സത്യത്തിൽ ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി എന്താ ചെയ്യാന്നറിയോ, നമ്മൾ ഈ ബീഫെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കും. കപ്പ ഇട്ട് കൊടുത്ത് കപ്പ നന്നായിട്ട് ഇളക്കി ചേർക്കും. ആ ഇളക്കുന്നതിനകത്തും ഒരു പാകം കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കോട്ടയത്തൊക്കെ കല്യാണത്തിന് ഇതൊരു ഡിഷാണെന്ന്. ശരിക്കും അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുമ്പോൾ ഇതിന് അപാര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിനത്, എസ്പെഷ്യലി ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പണ്ട് എൻ്റെ കൊച്ചിലേക്ക് ഉണ്ടല്ലോ, ഞങ്ങൾ തടിക്കാട്ടി പള്ളിയിൽ കല്യാണത്തിന് പോകും. അയ്യോ, ഞാൻ കല്യാണത്തിന് പോകുന്നത് തന്നെ ബിരിയാണി കഴിക്കാനാട്ടോ. ശരിക്കും നമ്മൾ ആ റോഡിലെത്തുമ്പോൾ തന്നെ ആ ബിരിയാണിയുടെ മണം ഇങ്ങനെ അടിക്കും. അയ്യോ, എന്തൊരു മണവും എന്തൊരു ടേസ്റ്റുമാണെന്ന് അറിയാമോ അത്. ആ ടേസ്റ്റ് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം ആയി കേട്ടോ. അതിൻ്റെ ഫൈനൽ ടച്ചപ്പായിട്ട് വറുത്ത തേങ്ങയും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുവാണേ. നിങ്ങൾക്കിത് കാണുമ്പം തന്നെ അറിയാം, ശരിക്കും കപ്പയുടെ പീസെല്ലാം നന്നായിട്ട് ആ ഇറച്ചിയുടെ ഗ്രേവി ആയിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സായി കിട്ടുമ്പോഴാണ് ഇതിന് അസാധ്യ ടേസ്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ, പള്ളിയിലെ കല്യാണം. ഇനി എന്നെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം പള്ളിയിൽ പോയി ബിരിയാണി കഴിക്കണം. അത് വലിയൊരു ആഗ്രഹം കേട്ടോ. ആ ഒരു മറന്നുപോയ ടേസ്റ്റ് ഒന്ന് തിരിച്ചു കൊണ്ട് പല കടകളിൽ നിന്നും ഒക്കെ കല്യാണ ബിരിയാണി എന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ആ പള്ളിയിലെ ബിരിയാണിയുടെ ടേസ്റ്റ് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ അമ്മയോട് പറയാറുണ്ട്, അമ്മയെ നമുക്ക് പള്ളിയിൽ ബിരിയാണി വെക്കുന്ന ആരെങ്കിലും വിളിച്ച് വീട്ടിൽ ബിരിയാണി വെപ്പിച്ചാലോ എന്ന്. എന്നാലും ചിലപ്പോൾ ആ ടേസ്റ്റ് വരത്തില്ലായിരിക്കും അല്ലേ. ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കണം അത്. പിന്നെ വർഷങ്ങളായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും ആ ഒരു അറ്റ്മോസ്ഫിയറും എൻ്റെ മനസ്സിൽ തോന്നുന്ന അതെല്ലാം അതിനൊരു കാരണമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ അവസാനം ചോപ്പ് ചെയ്ത ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുവാണേ. നിങ്ങളൊരു കപ്പ ബിരിയാണി ഫാനാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ശരിക്കും കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു തുടങ്ങിയത് നേഴ്സിംഗൊക്കെ പഠിച്ച് ഞാൻ ജോലിക്കൊക്കെ കയറിയതിന് ശേഷം. അതിന് മുമ്പേ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിഷല്ല. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ. ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, ഇന്ന നാടെന്നൊന്നുമില്ലല്ലോ, എല്ലാം എല്ലായിടത്തും അവൈലബിളാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല, അത്രയും ടേസ്റ്റായിരുന്നു. എന്ന് വെച്ചാൽ നന്നായിട്ട് ഇറച്ചിയൊക്കെ കപ്പയിലൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ നല്ല ചേർന്ന് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.